എല്ലാവർക്കും നമസ്കാരം. മൈ കിച്ചൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ചോക്ലേറ്റ് ഓവർലോഡ് കേക്കാണ്. 1 കിലോ വെയിറ്റ് വരുന്നൊരു കേക്കാണ്. ചെറിയ ടോൾ കേക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ വെയിറ്റ് വരുന്നൊരു ചോക്ലേറ്റ് ഓവർലോഡ് കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് മൈദയാണ്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡറും മൈദയും കൂടി 1 കപ്പാണ് വേണ്ടത്. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബേക്കിംഗ് സോഡ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ്. ബേക്കിംഗ് സോഡ ഒത്തിരി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 തവണ അരിച്ചെടുക്കുക. ഈ സ്പൂൺ കൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഈ മൈദയും കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് ഒരു 2 തവണ നന്നായിട്ട് അരിച്ചെടുക്കും. ഞാനിത് 2 തവണ അരിച്ചെടുത്തു. അതോടൊപ്പം തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരത്തുള്ളൂ. അടുത്ത ഒരു പാത്രത്തിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത മുട്ടയൊന്നും ഉപയോഗിക്കരുത്. തണുപ്പൊക്കെ പോയ ശേഷമുള്ള മുട്ട ഉപയോഗിക്കാവുള്ളൂ. 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ഈ മുട്ടയൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞു വന്ന ശേഷം നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല. അതുപോലെ തന്നെ കേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീര്, ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തത്. അതിനുശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് പഞ്ചസാര പൊടിച്ചതാണിത്. 1 കപ്പാണ് പഞ്ചസാര പൊടി വേണ്ടത്. അതായത് 3/4 കപ്പ് പഞ്ചസാര പൊടിക്കുകയാണെങ്കിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. അപ്പോൾ ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിടരുത്. കുറേശ്ശെ ഇട്ടിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ബാറ്റർ അനുസരിച്ചാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണം. എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർക്കണം. തണുത്ത പാലൊന്നും ചേർക്കരുത്. അപ്പോൾ ഒരു 1/4 കപ്പ്, ഇത് നിർബന്ധമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാലും ചേർത്തു. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒത്തിരി സ്പീഡിലൊന്നും ബീറ്റ് ചെയ്തെടുക്കരുത്. ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായി വരാനായിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇത്ര ചെയ്യുന്നുള്ളൂ. ഇത്രയൊന്നും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടി ചേർക്കുമ്പോഴും ഒരുമിച്ചിടരുത്. 1-2 സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഒത്തിരി സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത്. ഒരേ രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷൻ തന്നെയായിരിക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് പൊടിയൊന്ന് മിക്സ് ആവാനായിട്ട് ഇതേ രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തു. അടുത്ത് നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചിൻ്റെ 2 ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ടോൾ കേക്കായിട്ട് ചെയ്യാനായിട്ടാണ്. 1 കിലോയുടെ ആകുമ്പോൾ ഒത്തിരി ഹൈറ്റൊന്നും കിട്ടത്തില്ല. ഒരു 1.5 കിലോയൊക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 1 കിലോ ആകുമ്പോൾ ഇതുപോലെ 5 ഇഞ്ചിൻ്റെ 2 ടിന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ടോൾ കേക്കാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടായിട്ടൊന്ന് നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്.
ബാറ്ററെല്ലാം ഒഴിച്ച ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിവിടെ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് മുന്നേ നന്നായിട്ട് അടച്ചു വെച്ച് നല്ല ചൂടായതാണ്. അപ്പോൾ നല്ല ചൂടായ പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് 2 കേക്ക് ഒരേ സമയമാണ് ചെയ്യുന്നത്, 2 പാത്രത്തിലാക്കിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 25-30 മിനിറ്റ് കൊണ്ട് കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടും. ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇടയ്ക്ക്. 20 മിനിറ്റ് കഴിയാതെ ചെക്ക് ചെയ്യരുത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് തണുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അടുത്ത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. അത് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്, ഒരേ സമയം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല മെൽറ്റായി വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക, നന്നായിട്ട് തണുക്കാൻ വെക്കുക. ഇപ്പോൾ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2ആയിട്ടങ്ങ് കട്ട് ചെയ്ത് വെക്കും. ഒത്തിരി വലിയ കേക്കല്ലല്ലോ, അപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ടിത് എന്താ പറയുക, നല്ല കുറുകി വരുന്നതനുസരിച്ച് വീണ്ടും സ്പീഡ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും, നല്ലൊരു ചോക്ലേറ്റിൻ്റെ കളറൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ ഒരു പാകത്തിനനുസരിച്ച്. ഞാനിവിടെ ഒരു 2 സ്പൂൺ ആദ്യം ഇട്ട് ബീറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ 1-2 സ്പൂണോട് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 സ്പൂൺ ഒഴിച്ചു. അപ്പം 4 സ്പൂൺ ചേർക്കുമ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ, ഇതിലും ഡാർക്ക് കളറുണ്ട്, അപ്പോൾ ക്യാമറയിൽ കുറച്ച് ലൈറ്റ് കളറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തിരിയോടെ ഒരു 4 സ്പൂണൊക്കെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിപ്പിംഗ് ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കേക്കൊന്ന് ഐസിങ് ചെയ്യാം. അതിനായിട്ട് ഒരു ബോർഡിലോട്ട് ഒരു അല്പം ക്രീം ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും മുകളിലത്തെ പീസാണ്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആകുന്നവരെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം വീണ്ടും കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഈ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ടവർക്ക് ആ രീതി വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് എളുപ്പമുണ്ട്. ഞാനിപ്പോൾ വെറുതെ സ്പാച്ചിൽ ഉപയോഗിച്ച് തന്നെ ഇടുന്നേ ഉള്ളൂ. അതിനുശേഷം ദേ അടുത്ത പീസും വെച്ചു. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തു. നമുക്കിവിടെ 4 പീസാണ് കേക്കുള്ളത്, അതുകൊണ്ട് തന്നെ ഓരോ പീസും കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 4 പീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ഹൈറ്റ് ഇല്ല, നമ്മൾ 1 കിലോ ഉള്ളൂ. അപ്പോൾ ഒരു 1.5 കിലോ ഒക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റ് വരും. അപ്പോൾ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഒരു ടൂപ്പിക്ക് എന്തെങ്കിലും നടുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് എന്താ പറയുക പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല.
നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്രീമൊക്കെ ഒരുപാട് സൈഡിൽ ഇങ്ങനെ ബോർഡിലൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിൽ ആ സ്പാച്ചിൽ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് സൈഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഷേപ്പൊക്കെ ആവുന്നവരെ നന്നായിട്ടൊന്ന് സൈഡിലെല്ലാം ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായി ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാം ഇതുപോലെ. അടുത്ത നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗനാഷ് ഇങ്ങോട്ട് ഇതുപോലെ ഡ്രോപ്സ് ആക്കി ഇട്ട് കൊടുക്കുക. പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊന്നുമില്ല, കേക്ക് നേരിട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും. തണുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലായിട്ടും ആ ഗനാഷ് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തന്നെ നല്ല ഷേപ്പിലെടുക്കുക. ഇത്രയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതുപോലെ ചോക്ലേറ്റ് ബോൾസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കേക്കിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ബോർഡറായിട്ട് ഞാൻ ചോക്ലേറ്റ് കൊണ്ട് തന്നെ ചെറിയൊരു ലൈൻ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഫ്ലവർ പോലെയൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. 1 കിലോയുടെ ഒരു ചോക്ലേറ്റ് ഓവർലോഡ് കേക്ക് ബർത്ത്ഡേക്കൊക്കെ ഉപയോഗിക്കാൻ നല്ല കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും വിട്ടുപോകരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.